ഹലോ ഫ്രണ്ട്സ്, റീസ്റ്റാർട്ട് PSC വിത്ത് മീയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അസിസ്റ്റൻറ്റ് സെയിൽസ്മാനും കമ്പനി ബോർഡ് എൽജിഎസിനും VFIക്കും വേണ്ടിയിട്ടുള്ള ടൈം ടേബിളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡേ 2ലെ ടൈം ടേബിളാണ് ഇന്ന് നോക്കുന്നത്. ഡേ 1ൻ്റെ ടൈം ടേബിൾ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. ഇടയ്ക്ക് നമുക്ക് ടൈം ടേബിൾ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇനി മുതൽ കറക്റ്റായിട്ട് എല്ലാ ദിവസവും ടൈം ടേബിൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും ഈ ചാനലിൽ ടൈം ടേബിൾ വരിക. അടുത്ത ദിവസം രാത്രി 9 മണിക്ക് ഇതേ ചാനലിൽ ഈ ടൈം ടേബിൾ അനുസരിച്ചിട്ടുള്ള എക്സാമും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും നന്നായി പഠിച്ചതിന് ശേഷം മാത്രം എക്സാം ചെയ്തു നോക്കുക. എക്സാം ചെയ്തിട്ട് മാർക്ക് കുറഞ്ഞ പോർഷൻസ് ഒന്നുകൂടെ പഠിക്കണം. കമ്പനി ബോർഡ് LGS മാത്രമുള്ളവർ ഈ ടൈം ടേബിൾ അനുസരിച്ച് പഠിച്ചാൽ മതിയാകും. കറണ്ട് അഫേഴ്സ് നോക്കേണ്ടത് PSC ബുള്ളറ്റിൻ 2025 ഫെബ്രുവരിയിലെ പാർട്ട് 2 ആണ്. SCRTയിൽ പഠിക്കേണ്ടത് ക്ലാസ് 7ലെ പാർട്ട് 1ലെ യൂണിറ്റ് 4 ആണ്. കേരള ഹിസ്റ്ററിയിൽ പഴശ്ശിയുദ്ധങ്ങൾ എന്ന ഭാഗം നോക്കണം. മാത്സിലെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കണം. ബയോളജിയിലെ 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1ആയ ജീവൽ പ്രക്രിയകളിലേക്ക് എന്നുള്ള പഠിച്ചു തീർക്കണം. എല്ലാ ദിവസവും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പഠിക്കേണ്ടതാണ്. അതിനായി നമ്മുടെ ടെലഗ്രാം ചാനലിൽ 2024 മെയ് മാസം മുതലുള്ള PYQ സീരീസ് ഉണ്ടായിരിക്കും. ഇന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതെല്ലാവരും ചെയ്തു നോക്കുക. VFAയും അസിസ്റ്റൻറ്റ് സെയിൽസ്മാനും നോക്കുന്നവർ ഈ ടൈം ടേബിളിനോടൊപ്പം മലയാളത്തിലെ പര്യായവും ഇംഗ്ലീഷിലെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ചും സിനോണിമവും നോക്കുക. കേരള ഭരണരംഗത്തിലെ സംസ്ഥാന സിവിൽ സർവീസ് എന്ന ടോപ്പിക്ക് പഠിച്ചു തീർക്കുക. മലയാളത്തിലെ പര്യായത്തിനോടൊപ്പം 7ാം ക്ലാസ്സിലെ SCRT മലയാളവും ഈ വീഡിയോയിൽ തന്നെ ഉണ്ടായിരിക്കും. നമുക്ക് ഇംഗ്ലീഷിലെ സിനോണിംസ് നോക്കാം. വീനിയൽ, പാർഡണബിൾ. വീനിയൽ, പാർഡണബിൾ. ക്ഷമിക്കത്തക്ക എന്നതാണ് അതിൻ്റെ മീനിങ്. വീനിയൽ, പാർഡണബിൾ. അടുത്തത് വിൻഡിഗേറ്റ്, ജസ്റ്റിഫൈ. വിൻഡിഗേറ്റ്, ജസ്റ്റിഫൈ. അനുകൂലിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. വിൻഡിഗേറ്റ്, ജസ്റ്റിഫൈ. അടുത്തത് വാഗ്യൂ, അൺസർട്ടൈൻ. അവ്യക്തമായത് എന്നാണ് അർത്ഥം. വാഗ്യൂ, അൺസർട്ടൈൻ. വെഞ്ചർ, റിസ്ക്. വെഞ്ചർ, റിസ്ക്. വെൻറ്റ്, ഓപ്പണിംഗ്. ദ്വാരം എന്നാണ് അർത്ഥം. വെൻറ്റ്, ഓപ്പണിംഗ്. വെൻറ്റ്, ഓപ്പണിംഗ്. അടുത്തത് വൊറേഷ്യസ്, ഹംഗ്രി. വൊറേഷ്യസ്, ഹംഗ്രി. അടുത്തത് വൾപൈൻ, ക്രാഫ്റ്റി. വൾപൈൻ, ക്രാഫ്റ്റി. കൗശലമുള്ള എന്നതാണ് അർത്ഥം. വൾപൈൻ, ക്രാഫ്റ്റി. അടുത്തത് വെക്സഡ്, അനോയ്ഡ്. വെക്സഡ്, അനോയ്ഡ്. വെക്സഡ്, അനോയ്ഡ്. അടുത്തത് വിലിഫൈ, ഡീഫെയിം. അധിക്ഷേപിക്കുക എന്നാണ് അർത്ഥം. വിലിഫൈ, ഡീഫെയിം. വിലിഫൈ, ഡിഫെയിം.
അടുത്തത് വിൻഡിക്റ്റീവ്, റിവെഞ്ച്ഫുൾ. വിൻഡിക്റ്റീവ്, റിവെഞ്ച്ഫുൾ. വിൻഡിക്റ്റീവ്, റിവെഞ്ച്ഫുൾ. റാത്ത്, ആങ്കർ. റാത്ത്, ആങ്കർ. റാത്ത്, ആങ്കർ. വീനിയൽ, പാർഡണബിൾ. വിൻഡിഗേറ്റ്, ജസ്റ്റിഫൈ. വാഗ്യൂ, അൺസർട്ടൈൻ. വെഞ്ചർ, റിസ്ക്. വെന്റ്, ഓപ്പണിംഗ്. വൊറേഷ്യസ്, ഹംഗ്രി. വൾപ്പൈൻ, ക്രാഫ്റ്റി. വെക്സഡ്, അനോയ്ഡ്. വിലിഫൈ, ഡിഫെയിം. വിൻഡിക്റ്റീവ്, റിവെഞ്ച്ഫുൾ. റാത്ത്, ആങ്കർ. അടുത്തത് മലയാളത്തിലെ പര്യായം പാർട്ട് 2 ആണ് നോക്കുന്നത്. അതിഥി, വിരുന്നുകാരൻ, ആഗന്തുകൻ. അതിഥി, വിരുന്നുകാരൻ, ആഗന്തുകൻ. അമൃതം, പീയൂഷം, സുധ, കീലാലം. അമൃതം, പീയൂഷം, സുധ, കീലാലം. അമ്പ്, ബാണം, വിശിഖം, ഇഷു, അസ്ത്രം, ശരം. പത്രി, സായകം. അമ്പ്, ബാണം, വിശിഖം, ഇഷു, അസ്ത്രം, ശരം, പത്രി, സായകം. അനുജൻ, അവരജൻ, കനിഷ്ഠൻ, തമ്പി. അനുജൻ, അവരജൻ, കനിഷ്ഠൻ, തമ്പി. അരയന്നം, അന്നം, ഹംസം, മരാളം, മരാളകം. അരയന്നം, അന്നം, ഹംസം, മരാളം, മരാളകം. അതിഥി, വിരുന്നുകാരൻ, ആഗന്തുകൻ. അമൃതം, പീയൂഷം, സുധ, കീലാലം. അമ്പ്, ബാണം, വിശിഖം, ഇഷു, അസ്ത്രം, ശരം. പത്രി, സായകം. അനുജൻ, അവരജൻ, കനിഷ്ഠൻ, തമ്പി. അരയന്നം, അന്നം, ഹംസം, മരാളം, മരാളകം. ഇനി SCERT മലയാളം നോക്കാം. വിശേഷണ പദങ്ങളാണ് പഠിക്കുന്നത്. ചെഞ്ചുണ്ട്, ചുവന്ന ചുണ്ട്. ചെഞ്ചുണ്ട്, ചുവന്ന ചുണ്ട്. പൂപ്പുഞ്ചിരി, പൂ പോലുള്ള പുഞ്ചിരി. പൂപ്പുഞ്ചിരി, പൂ പോലുള്ള പുഞ്ചിരി. ശുഭനർത്തനം, ശുഭമായ നർത്തനം. ശുഭനർത്തനം, ശുഭമായ നർത്തനം. കിളിപാടും മരം, കിളിമരം. കിളിപാടും മരം, കിളിമരം. കുളിരോലും മഴ, കുളിർമഴ. കുളിരോലും മഴ, കുളിർമഴ. കളമധുരം മൊഴി, കളമൊഴി. കളമധുരം മൊഴി, കളമൊഴി. കിളിച്ചൊല്ലും മൊഴി, കിളിമൊഴി. കിളിച്ചൊല്ലും മൊഴി, കിളിമൊഴി. മധു നിറയും മലർ, മധുമലർ. മധു നിറയും മലർ, മധുമലർ. മലർ വിരിയും വനി, മലർവനി. മലർ വിരിയും വനി, മലർവനി. ചെഞ്ചുണ്ട്, ചുവന്ന ചുണ്ട്. പൂപ്പുഞ്ചിരി, പൂ പോലുള്ള പുഞ്ചിരി. ശുഭനർത്തനം, ശുഭമായ നർത്തനം. കിളിപാടും മരം, കിളിമരം. കുളിരോലും മഴ, കുളിർമഴ. കളമധുരം മൊഴി, കളമൊഴി. കിളിച്ചൊല്ലും മൊഴി, കിളിമൊഴി. മധു നിറയും മലർ, മധുമലർ. മലർ വിരിയും വനി, മലർവനി. അടുത്ത് നോക്കാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ള പഴശ്ശിയുദ്ധങ്ങളാണ്. പഴശ്ശിയുദ്ധങ്ങളുടെ കാലഘട്ടം 1793 മുതൽ 1805 വരെയാണ്. കോട്ടയം രാജവംശം ഭരിച്ചിരുന്ന രാജാവായിരുന്നു കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. പൈച്ചിരാജ, കൊട്ടിയോട്ടു രാജ എന്നിങ്ങനെ ബ്രിട്ടീഷ് രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പഴശ്ശിരാജയെക്കുറിച്ചാണ്.
ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ഏറ്റവും ശക്തമായ യുദ്ധമാണ് പഴശ്ശിയുദ്ധം. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയവും വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് പഴശ്ശി യുദ്ധമുണ്ടാവുന്നതിനുള്ള കാരണം. 1793 മുതൽ 1805 വരെയാണ് പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം. പഴശ്ശിരാജയുടെ യഥാർത്ഥ നാമമാണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ, പൈച്ചിരാജ, കൊട്ടിയോട്ടുരാജ എന്നിങ്ങനെ ബ്രിട്ടീഷ് രേഖകളിൽ വിശേഷിപ്പിക്കപ്പെടുന്ന രാജാവാണ് പഴശ്ശിരാജ. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായതായിരുന്നു പഴശ്ശി യുദ്ധം. കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തതും വയനാടിനുമേൽ അവകാശവാദം ഉന്നയിച്ചതുമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് തിരിയാനുള്ള കാരണം. 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാരണം. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കേന്ദ്രം കണ്ണൂർ ജില്ലയിലെ പുരളിമലയായിരുന്നു. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവായിരുന്നു. ബോംബെ ഗവർണറായ ജോനാഥൻ ഡങ്കനാണ് പഴശ്ശിരാജാവുമായി സന്ധിയിലേർപ്പെട്ടത്. 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് കാരണം. കണ്ണൂർ ജില്ലയിലെ പുരളിമലയായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കേന്ദ്രം. ചിറക്കൽ രാജാവാണ് ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത്. ബോംബെ ഗവർണറായ ജോനാഥൻ ഡങ്കനാണ് പഴശ്ശിരാജാവുമായി സന്ധിയിലേർപ്പെട്ടത്. 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം. വയനാട് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാരണം. നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായാണ് രണ്ടാം പഴശ്ശി വിപ്ലവം ആരംഭിക്കുന്നത്. രണ്ടാം പഴശ്ശി വിപ്ലവ കാലഘട്ടത്ത് ബ്രിട്ടീഷുകാരുടെ സൈനിക മേധാവിയായിരുന്നത് സർ ആർതർ വെല്ലസ്ലി ആയിരുന്നു. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി സൈന്യത്തെ നയിച്ചവരാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ, പള്ളൂർ ഏമൻ നായർ. പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവായിരുന്നു തലക്കൽ ചന്തു. പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം 1802. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ തലശ്ശേരി സബ് കളക്ടറായിരുന്നത് തോമസ് ഹാർവേ ബാബറാണ്. ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘമാണ് ഗോൾക്കാർ. 1805 നവംബർ 30 പഴശ്ശിരാജ മാനന്തവാടിയിലെ മാവിലാൻ തോട്ടിൽ വെച്ച് വെടിയേറ്റു മരിച്ചു. 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നത്. ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം. നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായാണ് രണ്ടാം പഴശ്ശി വിപ്ലവം ആരംഭിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ സൈനിക മേധാവിയായിരുന്നു സർ ആർതർ വെല്ലസ്ലി. ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘമാണ് ഗോൾക്കാർ. പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലക്കൽ ചന്തു.
പഴശ്ശി സൈന്യത്തെ നയിച്ചവരാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ, പള്ളൂർ ഏമൻ നായർ. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ തലശ്ശേരി സബ് കളക്ടറായിരുന്നത് തോമസ് ഹാർവേ ബാബറാണ്. TH ബാബർ. 1805 നവംബർ 30 മാവിലാൻതോട് വെച്ച് പഴശ്ശിരാജ വെടിയേറ്റു മരിച്ചു. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്. തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരം. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിൽ. തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരം. താങ്ക് യു.